ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. രാവിലെ നേരെ കിളികളുടെക്ക് നല്ലൊരു സൗണ്ട് ഉണ്ട് കേട്ടോ. കേൾക്കണില്ലേ? ആ മരത്തിൽ വിതയ്ക്കുന്ന എല്ലായിടത്തുനിന്നും നല്ല സൗണ്ട് വരുന്നുണ്ട്. അത് ആ സൺലൈറ്റ് വരുന്നത് ഞാൻ കാണുന്നത് കേട്ടോ. രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴായിരുന്നാലും എന്തൊരു ഭംഗിയാണെന്നറിയാം കാണാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണെന്നറിയില്ല, കിട്ടുമെന്നറിയില്ല എനിക്ക്. Planting field. Yeah, the planting The fields. arboretum. Yeah, just send me a couple of the and I'll send what you guys to get. It's not my style. But you know, they see that's what you have to do, otherwise you get nowhere. You know, the last condo I sold there. ഇതാണ് മറ്റേ ആ ലൈലാക്ക് എന്ന് പറഞ്ഞത്. കളറ് കാണാൻ വേണ്ടി ഭംഗി മാത്രമല്ല, അതിൻ്റെ മണം. ഇതുണ്ടല്ലോ നമ്മുടെ മുന്തിരിക്ക് പുകയിടുന്നതാട്ടാ. ഈ വർഷം നമുക്ക് നന്നായിട്ട് മുന്തിരി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് ഇതുമൊരു കേട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഈ വർഷം ഞാൻ നീമോയിലൊക്കെ അടിച്ചു കൊടുത്തിട്ട് പിടിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഇപ്പം നമ്മുടെ പച്ചക്കറികളൊക്കെയും വിത്തുകളൊക്കെ പാവിയത് ഒരു ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് മുളച്ചിട്ടാ. നോക്കിക്കേ, പക്ഷെ നമ്മുടെ പാവലൊക്കെ എന്താ മുളച്ച് വരണുള്ളൂ. ചിലതൊക്കെ മുളച്ചിട്ടുണ്ട്, അവിടേക്ക് മുളച്ചിട്ടുണ്ട്, ആ ചട്ടിയിൽ മുളച്ചിട്ടുണ്ട്. പിന്നെ അതെ അവിടേക്ക് പയറ് പാവിയിട്ടുണ്ടല്ലോ. പയറൊക്കെ നന്നായിട്ട് വലുതായിന്നെ. അതിൻ്റെ ഒപ്പം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ചീരയും മുളച്ച് വരുന്നുണ്ട്. ഇത് നമ്മുടെ കൊത്താമര പയറാണ്. പക്ഷെ അതെനിക്ക് ഈ വർഷം അധികം തൈ ഉണ്ടായില്ല, അതൊക്കെ മുളച്ചില്ല. എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള തൈകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ സീനിയർ തൈകൾ ഞാൻ കുറേയൊക്കെ പറിച്ച് നട്ടു. ബാക്കിയുള്ളത് അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചീര വലുതായി വരുന്നുണ്ട്. ഇനി സീനിയർ തൈകളൊക്കെ പറിച്ച് മാറ്റണം. കാരണം അത് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ കുറേ നട്ടു കേട്ടോ. ഇവിടെ കുറച്ചെങ്കിലും നട്ടാലല്ലേ കിട്ടുള്ളൂ. കാരണം രണ്ടാം വന്നിട്ട് ഒക്കെ മാന്തും. ക്ലീൻ ചെയ്തിട്ടില്ല. അത് ക്ലീൻ ചെയ്താൽ മാത്രമേ നമ്മുടെ ഇപ്പോൾ ഈ പയറൊക്കെ നമുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ 5 മണിയാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങണമെന്ന് വെച്ചതാണ്. 5:30 ആകുമ്പോൾ നേരം വെളുക്കും നന്നായിട്ട്. പക്ഷേ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉറങ്ങിപ്പോയി. ഇവിടെ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്താ സൺലൈറ്റ് വന്നിട്ട് കാണുന്നത്.
അത് നമ്മുടെ ഡാലിയ തോട്ടം കേട്ടോ. അങ്ങനത്തെയൊക്കെ ഇരുന്നാലും നമ്മൾ നിറച്ചും ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഇതവിടെ ഒരു അണ്ണാൻ കിടന്ന് ഓർമ്മ നോക്കി, ഇവിടെ അണ്ണാന്മാർ വേണ്ടതുണ്ട് കേട്ടോ. കിളികളും അണ്ണാനും ഒക്കെ ആയിട്ട് വേണ്ട ആൾക്കാരുണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ പച്ചക്കറി തോട്ടം. ഇതിൻ്റെയൊക്കെ ഇത് കഴിഞ്ഞ വർഷം നമ്മളങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇട്ടേക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനിവിടെ നമ്മളൊരു ഫുള്ള് ക്ലീനിങ്ങിന് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അവർ ക്ലീൻ ചെയ്ത് തരേണ്ടതാണ്. പക്ഷേ ഈ പ്രാവശ്യം വന്നവർ ക്ലീൻ ചെയ്ത് തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടർന്ന് കയറി പിടിച്ചതൊക്കെയും കളഞ്ഞൊക്കെ തരേണ്ടതാണ്. പുല്ലൊന്നും പറിച്ച് തരില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം അവരെന്തോ അത് ചെയ്തില്ല. എല്ലാ ദിവസത്തേക്കാളും ഭയങ്കര പൈസയും കൂടുതലും വാങ്ങിച്ചു. പക്ഷേ ഈ പ്രാവശ്യം അവരുടെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ അവർ പറഞ്ഞു അത് ഇതിനകത്ത് പെടില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തില്ല. അപ്പോൾ ഇന്ന് ഇത് എനിക്ക് ഫുള്ള് ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും പുല്ല് വന്നേക്കാം. ഷീറ്റ് ഇട്ടിട്ടുണ്ട്, എന്നാലും ഷീറ്റിൻ്റെ മുകളിലൊക്കെ പുല്ല് കയറി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ പടർന്ന് കയറി പിടിച്ചതൊക്കെ ഇതൊക്കെ അത്യാവശ്യമായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ്. കാരണം നമ്മൾ പണികൾ തുടങ്ങിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തണുപ്പ് മാറുന്നതിന് മുമ്പ് തന്നെ പണികൾ തുടങ്ങിയതാണ്. പുറത്തെ പണികൾ പിന്നെ എന്തോരം എടുത്താലും പിന്നെ കാണില്ലല്ലോ. പിന്നീടല്ല ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിളികളുടെ നല്ല സൗണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ചെറി ബ്ലോസം. പക്ഷേ ഇതിൻ്റെ അപ്പോൾ ഇതാണ് നമ്മുടെ ചെറി ബ്ലോസം. ഇതിൻ്റെ വലിയ മരം നമുക്ക് അവിടെ നിൽക്കുന്നുണ്ട്, ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതുണ്ടല്ലോ, ഞാൻ കുറച്ച് ക്ലോസപ്പ് കാണിക്കുന്നുണ്ട്. ഈ പൂവുണ്ടല്ലോ, ഇതിനെ ലൈലാക്ക് എന്നായിട്ടാണ് പറയുന്നത്. എന്തോരം മണമെന്ന് അറിയണം, നല്ല മണമാണ്. ഇതിനൊക്കെ മഴ പെയ്തിട്ട് നിറച്ചിങ്ങനെ വെള്ളം, നല്ല രസം ഇത് കാണാൻ വേണ്ടിയിട്ട്. എന്ത് ഭംഗിയാണെന്നറിയാം ഈ പൂ കാണാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ കുറച്ച് സമയം നിൽക്കുള്ളൂ, അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പൂ പോകും. ചെറി ബ്ലോസം ആയിരുന്നാലും ചെറി ബ്ലോസം ആയിരുന്നാലും അങ്ങനെ തന്നെ കുറേ സമയം നിൽക്കില്ല. ഇതുണ്ടല്ലോ, ഞാനിപ്പോൾ കയ്യിൽ പിടിച്ചല്ലോ, കൈ മണക്കുമ്പോൾ ശരിക്കും ഭയങ്കര മണമായിരുന്നു പോകുന്നത്. ഭയങ്കര ഇഷ്ടമായി. എന്നാൽ മണമുണ്ടല്ലോ, എന്ത് ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപാരം മണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപാരം മണം. ഇതിന് പിന്നെ മണമൊന്നുമില്ല, കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. എന്ത് സൗണ്ട്! കഴിഞ്ഞ വർഷം നമ്മുടെ കുറച്ച് വൈറ്റ് ഫ്ലവറൊക്കെ ഉണ്ടായിരുന്നേ, അതിൻ്റെയൊക്കെ വിത്തുകളൊക്കെ ഇവിടെ മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാഴ ഇവിടെ മുളയ്ക്കുന്നുണ്ട്.
വർഷം നമുക്ക് നിറച്ചും ഡാലിയ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ, നല്ല ഭംഗിയായിരുന്നു. ഈ വർഷം നമുക്ക് ഡാലിയയ്ക്ക് പകരം ഫുള്ള് റോസായി, അല്ല ഫുള്ള് സീനിയായിരിക്കും. അവിടെ നമുക്ക് റോസ് ഉണ്ടായിട്ടുണ്ട്. പൂവ് ഇപ്പം ഉണ്ടാവില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ രാവിലത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ സമയം 10 മണി ആയിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു, അതെല്ലാവരും ഞാനിവിടെ സൈഡിൽ ഇവിടെ ഇങ്ങനെ ഇട്ടേക്കാണ്. ഇത് നമ്മുടെ തോട്ടത്തിൻ്റെ ബാക്കിൽ കുറച്ച്, നമ്മുടെ ഗ്രീൻ ഹൗസിൻ്റെ ബാക്കിൽ കുറച്ച് സ്ഥലമുണ്ട്. ഞങ്ങൾ ഇവിടെ ഇട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം നമുക്ക് ഇതിനെ ഇട്ടിട്ട് കമ്പോസ്റ്റ് ആക്കാമല്ലോ. പിന്നെ അവിടെയും നമുക്കൊരു തോട്ടം ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ ജാക്കറ്റ് ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഊരിയിട്ട് ഭയങ്കര ചൂടെടുത്തു. തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു ഫുൾ സ്ലീവായിട്ടിരിക്കുമ്പോൾ കൈമയൊക്കെ എന്തെങ്കിലും തട്ടുണ്ടാന്ന് വെച്ചെടുത്തിട്ട്. അവിടെയും നമുക്കൊരു തോട്ടമുണ്ട്, ഒരു ചെറുത്. അത് നമ്മൾ ക്ലീൻ ചെയ്ത്, ഇത് വലിയ തോട്ടമായിരുന്നു കേട്ടോ. ഇതൊക്കെ കുറേയൊക്കെ ഇങ്ങോട്ടേക്ക് ഇട്ട്, ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് ഇടണം. ഇനി നാളെ ചെയ്യുള്ളൂ. ഇത് നോക്കിക്കേ, ഇത് ലോബ്സ്റ്ററാട്ടാ. ഇതിവിടെ 2 ലോബ്സ്റ്റർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. സാധാരണ നമുക്ക് ഇത്രയ്ക്ക് വലിപ്പമുള്ളത് നമുക്ക് കിട്ടാറില്ല. ഇത് വെച്ചിട്ട് ഞാൻ കറി ഉണ്ടാക്കുന്നത്, നമ്മുടെ തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ്, ശരിക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇത് ഞാൻ വിചാരിച്ചു ഇന്ന് ഇത് വെച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ ഇവിടെയുള്ള ആൾക്കാർ, എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലേക്കാന്ന് തോന്നുന്നു ഇത് സാധാരണ നമ്മൾ കറിയൊക്കെ ആക്കിയിട്ട് കഴിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് സാധനം എനിക്ക് തോന്നുന്നു നന്നായിട്ട് കിട്ടും. പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മളങ്ങനെ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഇങ്ങനെ ലോബ്സ്റ്റർ നമ്മളങ്ങനെ സാധാരണ കാണാറില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് തന്നെ പിടിച്ച വഴിക്ക് തന്നെ ഇത് അവിടെ നിന്ന് തന്നെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ നമ്മളങ്ങനെ അധികം കാണാറില്ല. അപ്പോൾ ഇതിനെ നമുക്കിന്ന് ഗ്രില്ല് ചെയ്ത് നോക്കാം. അതിനകത്ത് ബട്ടറൊക്കെ ഇട്ടിട്ട് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയപ്പോഴാണ്. ഇവിടെ മെയിൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ ഈ ലോബ്സ്റ്റർ നന്നായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയ്ക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ വെറുതെ നമുക്ക് ബോയിൽ ചെയ്തിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് നമുക്ക് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഇത് കാണുമ്പോഴുണ്ടല്ലോ, ഇതിന് നല്ല വലിപ്പമുണ്ട്. പക്ഷെ ഇതിൻ്റെ എല്ലാവരും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ ടെയിലാണ് എടുക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ ഇത് ഇതിൻ്റെ തലയാട്ടാണ്. പക്ഷെ തല നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാനില്ല. അത് ഫുള്ള് വേസ്റ്റ് ആട്ടാ. പിന്നെ ഇതിൻ്റെ 2 ഈ കൈയുണ്ട്. ഇതും ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇതിൻ്റെ ഫ്രഷൊക്കെ ഉണ്ടാവും. പിന്നെ കുഞ്ഞു കുഞ്ഞു കാലുകൾ, അതിനകത്ത് വലിയതുണ്ടാവില്ല. സാധാരണ ഇതിൻ്റെ ഈ ടെയില് മാത്രം, ഇത് ഇത്രയ്ക്കുള്ള ടെയില് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ടെയില് മാത്രം ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ കേട്ടോ.
സാധാരണ ഇത് നമ്മള് കൊഞ്ചൊക്കെ നമ്മൾ വാങ്ങുമ്പോഴായിരുന്നാലും തല എടുക്കില്ല. പക്ഷെ കൊഞ്ചിന്റെ തലയൊക്കെ എന്ന് വെച്ചാൽ ഇത്രയ്ക്ക് വലുപ്പം ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഇതിനെ കൊഞ്ചിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് ഭയങ്കര വിലയാണ്. അപ്പൊ ഇതിനെ നമ്മൾ വാങ്ങിച്ചിട്ട് ഇതിന്റെ തല ഇങ്ങനെ വേസ്റ്റായി പോകുന്നത് കാണുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, ഇത് ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഇതിൻ്റെ ടെയില്. അപ്പോൾ ഇതിന് ഒരു ടെയിലും കൂടിയിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഇത് ഞാൻ ഒന്ന് സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ 2 ദിവസം മുമ്പാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അപ്പോൾ സമയം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ കളറ് ഇതേപോലെ ഇത്രയ്ക്ക് നല്ല റെഡ് കളർ വന്നേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇത്രയ്ക്ക് റെഡ് കളർ ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് ഇനി നെടുക ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. വേറെ വലിയ പരിപാടിയൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ബട്ടറും പിന്നെ ഗാർലിക്കൊക്കെ ഇട്ടിട്ട് ഒരു സോസ് ഉണ്ടാക്കും. അത് ഇതിനകത്ത് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഷെല്ലിനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ട് ചെയ്യട്ടാ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് നെടുകി നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇതിൻ്റെ ഈ ടെയിലുണ്ടല്ലോ, ഇവിടെ നമ്മൾ കട്ട് ചെയ്യില്ല കേട്ടോ. ഇത് എൻ്റെ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ലോബ്സ്റ്റർ ടെയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ വെച്ചിട്ട് ബട്ടറിൻ്റെ ഒരു സോസ് ഉണ്ടാക്കണേ. അപ്പോൾ നമുക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർക്കട്ടെ. റെഡിയാക്കിയിട്ട് വെച്ചേക്കണ ഇവിടെ സോസ് ഞാനത്തേക്ക് വയ്ക്കട്ടെ. ഇത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടാ. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം ഞാൻ എടുത്തിരുന്ന ബട്ടർ ഉപ്പുള്ള ബട്ടറായിരുന്നു. അപ്പോൾ ഈ ഞാൻ 375 ഫാരനൈറ്റിൽ വെച്ചിട്ടാണ് ഇത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷേ ടെമ്പറേച്ചർ കറക്റ്റ് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം ഞാനൊരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ തുറന്ന് നോക്കും. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് വരണം. ഭയങ്കരമായിട്ട് മുരിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മീറ്റൊക്കെ ഭയങ്കര ഹാർഡായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എടുക്കാം. പിന്നെ ബട്ടറൊക്കെ തേച്ചേക്കുന്നത് കൊണ്ട് തന്നെ അത് ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഓവനിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ നമ്മുടെ ലോബ്സ്റ്റർ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 20 മിനിറ്റ്സ് ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കാനൊന്നുമില്ല, ശരിക്കും ഇതിൻ്റെ മീറ്റിനുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ നമുക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ളതൊന്നും ഉണ്ടാവില്ല. ഞാനൊരു എന്ത് സാധനം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ മസാല ഒന്നും ചേർക്കാണ്ട് ഇങ്ങനെ കഴിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് കിട്ടുക. കഴിച്ചു നോട്ടേടാ. ചൂട് അത് നമ്മുടെ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചപ്പം എൻ്റെ അടുത്ത് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന്. നമ്മുടെ ഷ്രിമ്പിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്, അതിലും കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് മീറ്റ് ഉള്ളെങ്കിലും ആ മീറ്റിന് നോക്കി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് കഴിയും. പക്ഷേ ഇത് വാങ്ങിച്ചിട്ട് നമുക്ക് വയറ് നിറച്ച് കഴിക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷേ അത് അത്യാവശ്യം നല്ലൊരു മീറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് അധികം മീറ്റില്ലാണ്, പക്ഷേ അത്യാവശ്യം നല്ല മീറ്റ് ഉണ്ട്. ഇങ്ങനത്തെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇടാം. പക്ഷെ ഇങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയാം. എല്ലാവരും വാ. നമ്മുടെ കോഴിപ്പേണ കുഞ്ഞുങ്ങളെ എവിടെ പോയണേ?